മെയിനായിട്ട് ഇവിടെ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ സ്ട്രെസ് ഫ്രീ ആണ് ഇവിടെ. അതാണ് എനിക്ക് മറ്റുള്ള ക്യാമ്പസുകളിൽ നിന്നും തോന്നിയിട്ടുള്ള ഒരു സംഭവം. അത്യാവശ്യം സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. എൻട്രൻസ് എന്നുള്ള കാര്യം പഠിക്കുമ്പോഴത്തേക്കും പല സാധ്യതകളും അവിടെ നമുക്ക് തുറന്നു വരുവാണ്. അപ്പോൾ ഒരുപാട് എക്സാമുകൾ എഴുതാൻ പറ്റും. പക്ഷേ ഞാൻ ബ്രില്യൻറ്റ് കണ്ടേക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാം, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാം. അതായത് ബ്രില്യൻറ്റ് മനസ്സിലാക്കുന്നുണ്ട് ഒരാളുടെ സൈക്കിൾ, ഓരോ ആൾക്കാർ പഠിക്കുന്ന സൈക്കിൾ ഡിഫറൻറ്റാണ്. ചിലർക്ക് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അവരെങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രില്യൻറ്റ് സമ്മതിക്കുന്നത്. നമുക്ക് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് താനേ ഓർമ്മ വരുന്നുള്ള, നമ്മൾ മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ എന്ത് ആവശ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത് റെഡിയാക്കി തരും. അതിനൊന്നും ഒരു മടിയില്ലാണ്ട് കൃത്യമായിട്ട് ദിവസം 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവനും കിട്ടുമായിരുന്നു. ഹലോ എവരിവൺ. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് വന്നിരിക്കുന്ന 3 അതിഥികളാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത്. ഇവർ 3 പേരും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ പഠിച്ചവരാണ്. അപ്പോൾ അവർ കുറേ നാൾ കൂടി ക്യാമ്പസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പസിലെ കാഴ്ചകളും അവരുടെ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ പുതുക്കുന്നതിനും അധ്യാപകരെയും അതുപോലെ തന്നെ സ്റ്റാഫിനെയൊക്കെ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അവരോട് കുറേ കാര്യങ്ങൾ ചോദിക്കാം. ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെ പേര്? എൻ്റെ പേര് സച്ചിൻ. എവിടെ സ്ഥലം? എന്നോട് മൂവാറ്റുപുഴ സ്ഥലം. എൻ്റെ പേര് ആഷിൽ, ഞാൻ കണ്ണൂരാണ്. എൻ്റെ പേര് നിഖിൽ, ഞാൻ മലപ്പുറം. അപ്പോൾ എത്ര നാൾ കൂടി നിങ്ങൾ ക്യാമ്പസിലേക്ക് വരുന്നത്? അപ്പോൾ ഞാൻ 2019 എക്സാം എഴുതി 2020 MBBS ബാച്ചാണ്. അപ്പോൾ 4 കൊല്ലം ആയി, 2024 ആയില്ലേ, 4 കൊല്ലം ഇപ്പോൾ ക്യാമ്പസിൽ വന്നിട്ട്. 4 വർഷം കൂടി വരുന്നതാണല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പസിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ? ക്യാമ്പസ് ഇപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഓൺലൈൻ പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് കുറേ ഇപ്പോൾ പുതിയ ബിൽഡിംഗ് വന്നു. അതുപോലെ തന്നെ കുറേ മാറ്റങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയയുടെ അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ കൗതുകമായിരുന്നു ഇങ്ങനെ എന്തായിരിക്കും പുതിയ കാര്യങ്ങൾ, എന്താ ചേഞ്ചസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അതും കൂടെ കാണാനായിട്ട് ഇപ്പോൾ വന്നത്. 4 കൊല്ലം ആയെങ്കിലും സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷേ പഴയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഡയമണ്ട് ബ്ലോക്ക് ഒക്കെ അന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന അതെ സമയത്തായിരുന്നു. പണി നടക്കുന്നുണ്ടായിരുന്നു. വന്നപ്പോഴായാലും കുറേ മെയിനായിട്ട് കുറേ നമുക്ക് പ്രൊഫസേഴ്സിനെയും അതേപോലെ തന്നെ ഡയറക്ടേഴ്സിനെയൊക്കെ കാണാനാണ് മെയിനായിട്ട് വന്നത്. ഇവിടെ പരിചയമുള്ള കുറേ പേരുണ്ട്, പഠിപ്പിച്ച ആളുകളെയൊക്കെ. അപ്പോൾ 4 കൊല്ലം കൂടി വരുമ്പോൾ അവരെയൊക്കെ കണ്ടാൽ മനസ്സിലാവുമോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നമുക്ക് പേരൊക്കെ ഓർമ്മയില്ലെങ്കിലും പക്ഷേ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവരെ ഇഷ്ടംപോലെ ആളുകൾ പഠിപ്പിച്ചായതുകൊണ്ട് അങ്ങനെ അറിയണമെന്നില്ല. പക്ഷേ നിന്നെ കണ്ടിട്ടുണ്ടല്ലോടാ എന്നൊരു കണക്ഷൻ വരുന്നത്, അത് തന്നെ ഭയങ്കര സന്തോഷം. അവരായിട്ട് ഇപ്പോൾ കുറേ ആളുകളെ ഇപ്പോൾ കണ്ടു, സംസാരിച്ചു. കുറേ നമ്മൾ ഇപ്പോൾ 4 കൊല്ലം കൂടി കുറേ വിശേഷങ്ങൾ പറഞ്ഞു. രസമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് തിരിച്ചു വരുന്നവരെ ഇവിടെ ഭയങ്കര സന്തോഷമായി ഇപ്പോൾ. കാരണം ഇവിടെ നമ്മൾ പഠിച്ചു പോയാൽ നമുക്കൊരു ലൈഫ് തന്നൊരു ക്യാമ്പസാണ്. ഒരു MBBS ഒരു ഡിഗ്രി തന്നു, അത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണക്ഷൻസ്. ഈ സാധാരണ നമ്മൾ സ്കൂളുകളിലൊക്കെ ഉള്ള പോലത്തെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധമല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ചും കൂടി ആ ഒരു സിലബസ് വിട്ട് സംസാരിക്കുന്ന ഒരു ബന്ധം കുറച്ച് പ്രൊഫസേഴ്സ് ആയിട്ടെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ ഇവിടെ ഉള്ളൂ, കുറച്ച് പേരൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കാണാൻ പറ്റി. സന്തോഷമുണ്ട്. ഭയങ്കര നമ്മുടെ ഒരു ഫാമിലി തന്നെയാണ്. അത് ഇപ്പോഴും വിട്ടു പോയിട്ടില്ല. ഒരു 4 കൊല്ലമായിട്ട് കുടുംബത്തോട്ട് വീണ്ടും തിരിച്ചു വരുന്ന ആ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലെല്ലാവരും. അതെ. ഇപ്പോൾ നമ്മളിപ്പോൾ കൂടെ ഇപ്പോൾ ഇത്ര നേരം ഇപ്പോൾ നമുക്ക് ഫുഡ് വരെ വാങ്ങിച്ച് കൂടെ വന്ന് ഇപ്പോൾ ഇത്ര നേരം ആളുകളുണ്ട് കൂടെ. ചില നമ്മളിപ്പോൾ അങ്ങനെ ആലോചിച്ചു 4 കൊല്ലം ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ വരുന്നല്ലോ. ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു കണക്ഷൻ ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒപ്പമായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഫാമിലി പോലെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഉണ്ട്, അതേപോലെ തന്നെ ഇങ്ങോട്ടും ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ കാണുമ്പോൾ നല്ല സന്തോഷം. അപ്പോൾ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ മെഡിക്കൽ കോളേജുകളിലൊന്നാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒരു സ്വപ്നമായിരിക്കും അവിടെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് അച്ചീവ് ചെയ്ത ആളുകളാണ്. ശരിക്കും എങ്ങനെയുണ്ട് ക്യാമ്പസ്? നിങ്ങളിപ്പം 4th ഇയർ ആണല്ലേ, അപ്പോൾ എങ്ങനെയുണ്ട് ക്യാമ്പസ്? ഭയങ്കര അടിപൊളിയാണ്. നമ്മളിപ്പം എന്താ പറയുക, കയറി കഴിഞ്ഞ് കഴിയുമ്പം ആളുകൾ പല അഭിപ്രായം പറയുമെങ്കിലും ഭയങ്കര വൈബ്രൻ്റാണ്. അതായത് ഒത്തിരി പരിപാടികൾ, അതുപോലെ തന്നെ പഠനം. ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു മേജർ ആശുപത്രി എന്ന് പറയാൻ ആകെ ഈ മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ട് പേഷ്യൻ്റ് ഇൻലോഡുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, ഇവരെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരുടെ ആ ഒരു ഫെസിലിറ്റിയിൽ പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു
ഒരു എന്താ പറയുക വിശേഷം തീർച്ചയായിട്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് പഠനം മാത്രമല്ല, നമുക്ക് ആർട്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, എല്ലാ മെഡിക്കൽ കോളേജസും തമ്മിലുള്ള ആർട്സ് ഉണ്ട്, അത് യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്. അല്ലാണ്ട് മെഡിക്കോസ് എന്ന് പറഞ്ഞ രീതിയിൽ വേറെ സെപ്പറേറ്റ് ഉണ്ട്, സ്പോർട്സ് ഇവൻറ്റുകളുണ്ട്, അങ്ങനെ ഒത്തിരി പരിപാടികൾ. നമ്മൾ ക്യാമ്പസ് ലൈഫ് ശരിക്കും ഒരു എന്താ പറയുക 4 വർഷം അല്ലെങ്കിൽ 4.5 വർഷം ഭയങ്കര എൻജോയ് ചെയ്ത് ഒരു ജീവിക്കുകയാണ് ശരിക്കും ക്യാമ്പസിലൂടെ. അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അംബിഷൻ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടായിരുന്നു? പ്രത്യേകിച്ച് കാരണം എന്ന് പറയാൻ ഇല്ല. ഇപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ തോന്നുന്നു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ആ ഒരു സംഭവമാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം, അല്ലാണ്ട് എനിക്കിങ്ങനെ ആവണം എന്നുള്ള പ്രത്യേക കാരണമൊന്നുമില്ലായിരുന്നു. പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ, ഗംഗാധരൻ ഡോക്ടറാണ് ചികിത്സിച്ചത്. അപ്പോൾ അവിടെ പോയി ഞാൻ അച്ഛമ്മയായിട്ട് പോയി നമുക്ക് അന്ന് ഈ വൈറ്റിലെ വെൽകെയർ ഹോസ്പിറ്റലാണ് അവിടെയാണ് ചികിത്സയുണ്ട്. അപ്പം നമുക്ക് രാവിലെ പേഷ്യൻ്റായിട്ട് പോയിട്ട് വേണം അവിടെ അഡ്മിഷൻ എടുക്കാൻ. കാണണമെങ്കിൽ പേഷ്യൻ്റായിട്ട് ചെല്ലണം. രാവിലെ ചെന്ന് കണ്ടിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ വരുമ്പോഴത്തേക്കും ഡോക്ടർ അത്യാവശ്യം തിരക്കുള്ള ഡോക്ടറാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ നമ്മളൊരു 5-6 മണിക്കൂർ ഇത്രയും പ്രായമുള്ള ആളെ കൊണ്ട് അവിടെ ഇരുന്നിട്ട് എൻ്റെ അച്ഛമ്മനെ പോലെ തന്നെ ഒരുപാട് പല സ്ഥലത്തുങ്ങൾ, ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് വരെ ആളുകൾ വരുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും 6 മണിക്കൂർ ഒക്കെ ഇരുന്ന് വിഷമിച്ച് അങ്ങനെ ഇരുന്നിട്ടും ഈ ഡോക്ടർ വരുമ്പോൾ വെച്ചാൽ എല്ലാവരും ആ ഈ പ്രായഭേദമന്യേ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ഒരു ദൈവം വരുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ഒരു പ്രൊഫഷനോട് ആ ഒരു ടൈം, ആ ഒരു സംഭവത്തിലേക്കാണ് ഒരു ബഹുമാനം തോന്നിയത്. ഇത് എടുത്താൽ കൊള്ളാമെന്നൊരു സംഭവം തോന്നിയത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണുള്ളൂ. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇവിടെ വന്ന് ഫസ്റ്റ് കിട്ടാണ്ട് വന്നപ്പോൾ ഒരു വാശിയാണ്, ഇത് കിട്ടിയേ തീരും എന്നുള്ളൊരു വാശി. പിന്നെ അപ്പോൾ എനിക്ക് വേറൊരു പ്രൊഫഷൻ ഇങ്ങനെ ചൂസ് ചെയ്യാനും എനിക്കങ്ങനെ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ വേറെ ഏതെടുത്താലും ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സംഭവം പോലെ തോന്നി. അങ്ങനെയാണ് ആ ഒരു വാശിപ്പുറത്താണ് പിന്നെ ചെയ്ത് ഇത് കിട്ടിയത്. മെയിനായിട്ട് ഇവിടെ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ സ്ട്രെസ് ഫ്രീ ആണ് ഇവിടെ. അതാണ് എനിക്ക് മറ്റുള്ള ക്യാമ്പസുകളിൽ നിന്നും തോന്നിയിട്ടുള്ള ഒരു സംഭവം. അത്യാവശ്യം സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. നമുക്ക് വേണ്ടതല്ല ഇവർ തരുന്നത്, നമുക്കും കൂടെ അത് വേണമെങ്കിൽ നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ അത്യാവശ്യം എല്ലാവരും കളിച്ച് ചിരിച്ച് നടന്നൊരു ഹോസ്റ്റലാണ്. പക്ഷെ എല്ലാവരും രക്ഷപ്പെട്ടു. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിക്ക് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ. MBBS ആയാലും പല കോഴ്സുകളായിട്ടും ഇപ്പോൾ കുസാറ്റ്, അങ്ങനെ പല സാധ്യതകളുണ്ട്. ഇപ്പോൾ എൻട്രൻസ് എന്നുള്ള കാര്യം പഠിക്കുമ്പോഴത്തേക്കും പല സാധ്യതകൾ അവിടെ നമുക്ക് തുറന്നു വരുവാണ്. അപ്പോൾ ഒരുപാട് എക്സാമുകൾ എഴുതാൻ പറ്റും, പലതും ക്ലിയർ ചെയ്ത് നല്ല കോഴ്സുകൾ, നല്ല കോളേജുകൾ അങ്ങനെ പോകാൻ പറ്റും. ഉണ്ട്. അതാണ് ഏറ്റവും മെയിനായിട്ട്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വെച്ചാൽ അവിടെയുള്ള ആളുകളാണ്, ആ നാട്ടിലുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിൽ ഒരു ഹോസ്റ്റൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ റൂംമേറ്റ് ആയാലും ആ ഹോസ്റ്റലിലുള്ള ബാക്കി ആളുകളാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് റൂം ആണെങ്കിലും ഒരുപാട് പേരുണ്ട്. പല ആളുകൾ പല കൾച്ചറിൽ നിന്ന് വരുന്നവർ അപ്പോൾ അത്രയും പേരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ അധികം ഈ ഫോൺ യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, കൂടുതൽ സംസാരിക്കും, കൂടുതൽ ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ബോണ്ട് ഇപ്പോഴും ഉണ്ടാവും. ഞാൻ ആദ്യത്തെ കൊല്ലം ഒരു പെയിൻ ഗസ്റ്റ് ഹോസ്റ്റലിൽ നിന്നപ്പോൾ അവിടെയൊക്കെ ആയിട്ടുള്ള ഒരു 10-30 പേരുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെയായിട്ട് നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട്. അവരൊക്കെയായിട്ട് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പല സ്ഥലത്ത് പോകുമ്പോൾ കാണുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ് ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇപ്പോൾ അക്കാഡമിക്കലി അല്ലാണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പഠിത്തത്തിൻ്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ ഈ ക്യാമ്പസിൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഓർമ്മകളായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇവിടെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെയാണ് ഈ നൊസ്റ്റാൾജിയായിട്ട് ഇപ്പോൾ ഈ 4 കൊല്ലം കൂടി ഇവിടെ വരുമ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ 4th ഇയർ MBBS ആണ്. അപ്പോൾ ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ട്, 3rd ഇയർ, 2nd ഇയർ ഉണ്ട്, ഫസ്റ്റ് ഇയർ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ചെന്ന് കണ്ട് സംസാരിച്ച് ആ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ബ്രില്യൻറ്റിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ കോളേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ 175 പേരെ ഒരു ബാച്ചിൽ, അതിൽ മെജോറിറ്റിയും അതായത് ഒരു 120 കൂടുതൽ ആളുകളും ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. അപ്പം നമ്മൾ അവരുമായിട്ട് നമ്മളെ യൂഷ്വലി ജൂനിയേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ നമ്മൾ ഈ കോമൺ ആയിട്ട് പഠിപ്പിച്ചേക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പം കുറച്ച് ലെജൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പം മധു സാറ്, SP സാറ്, രജി സാറ്. അപ്പോൾ ഈ ഫാക്ടേഴ്സായി നമ്മളെയൊക്കെ ഈ യോജിപ്പിക്കുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞ തമാശകൾ, അല്ലെ അവരെ ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡ്, അവരെടുത്തിരുന്ന ആ രീതി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും തമ്മിലിങ്ങനെ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലൈഫിനെ പറ്റിയിട്ട് ഈ എന്താ പറയുക, സാധാരണ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പിള്ളേരെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആക്കും.
പക്ഷേ ഞാൻ ബ്രില്യൻറ്റ് കണ്ടേക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാം, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാം. അതായത് ബ്രില്യൻറ്റ് മനസ്സിലാക്കുന്നുണ്ട് ഒരാളുടെ സൈക്കിൾ, ഓരോ ആൾക്കാർ പഠിക്കുന്ന സൈക്കിൾ ഡിഫറൻറ്റാണ്. ചിലർക്ക് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അവരെങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രില്യൻറ്റ് സമ്മതിക്കുന്നത്. അത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോരുത്തരും അവരവരുടെ രീതി പഠിച്ചാലേ അവർക്ക് ബെറ്റർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തമസ എന്ന് പറഞ്ഞ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. അപ്പം ആ ഹോസ്റ്റലിലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ നല്ല റെഫറൻസ് സൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ റെഫറൻസിന് പോയി കഴിഞ്ഞ് പിന്നെ കുളിച്ചിരുന്നിട്ട് ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാം. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ എന്ത് ആവശ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത് റെഡിയാക്കി തരും. അതിനൊന്നും ഒരു മടിയില്ലാണ്ട് കൃത്യമായി പിറ്റേന്ന് ദിവസം 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവനും കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ടീച്ചേഴ്സ് കൃത്യമായിട്ട് പറയും ഏത് സമയത്തും അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവൻ കിട്ടുന്നുണ്ട്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ നമുക്ക് നല്ല റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ 2024 നീറ്റ് എക്സാമിന് ഇനി ഏതാണ്ട് 2 മാസം കഷ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഒരു വാശിയേറിയ പഠനത്തിലാണ്. അപ്പം അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പരീക്ഷ എടുക്കും തോറും നമുക്ക് ടെൻഷൻ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അതിനൊക്കെ മറികടന്ന് നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നമുക്ക് തോന്നും നമ്മൾ പഠിച്ചതൊന്നും ഓർക്കുന്നില്ല, നമ്മൾ മറന്നുപോയി എന്നുള്ളത്. പക്ഷെ അതൊന്നുമില്ല. നമുക്ക് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് താനേ ഓർമ്മ വരുന്നുള്ള. നമ്മൾ മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം, NCERT ബേസ് ചെയ്ത് മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ടും അത് NCERTയുടെ പുറത്തോട്ടുള്ള കാര്യം. NCERT ബേസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് നീറ്റിൽ നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമുക്ക് മടുക്കും നമുക്ക് നിർത്താമെന്നുള്ള ചിന്താഗതിയൊക്കെ വരും. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ കഴിവ് പുറത്തെടുക്കുക. എന്തായാലും നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടും, കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ പഠിച്ച 90% വിദ്യാർത്ഥികളും ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളാണ് അല്ലേ. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധികളായിട്ടാണ് നിങ്ങളിന്ന് ക്യാമ്പസിൽ വന്നത്, നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെച്ചത്, നമ്മുടെ ക്യാമ്പസ് ഒരിക്കൽ കൂടി കണ്ട ആ ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളെല്ലാം പങ്കുവെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലും ഇതുപോലെയുള്ള പരീക്ഷകളെല്ലാം നിങ്ങൾ നന്നായിട്ട് വിജയിക്കാൻ സാധിക്കട്ടെ, അടിപൊളിയായിട്ട് PG ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.